നമസ്കാരം. ബിഗിനേഴ്സ് ഗൈഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗിനേഴ്സ് ഗൈഡിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിജിറ്റൽ തീം പോർട്ട്ഫോളിയോ ആണ് അവതരിപ്പിക്കുന്നത്. ഡിജിറ്റൽ തീം പോർട്ട്ഫോളിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വേൾഡ് മൊത്തം ഒരു ഡിജിറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ ഈ കോവിഡ് പാൻഡമിക് വന്നപ്പോൾ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കുറച്ചുകൂടെ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. ഇപ്പം എല്ലാ ആളുകളും വർക്ക് ഫ്രം ഹോമാണ്, അതുപോലെ ക്ലാസ്സസ് എല്ലാം ഓൺലൈനാണ്. അപ്പം എല്ലാം കൊണ്ടും ഒരു ഡിജിറ്റൽ വേൾഡിലോട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ഇസ് ഗോയിങ് ടു ബിക്കം ടുമോറോസ് ഫ്യൂച്ചർ. സോ അപ്പം ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പം അത് ഏതൊക്കെ കമ്പനികൾക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്സിനാണ് അത് ഗുണകരമാവുക, ഏതൊക്കെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത്. ഈ ഡിജിറ്റൽ തീമിൽ നമ്മളൊരു 10 സ്റ്റോക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ 10 സ്റ്റോക്സ് എല്ലാ സ്റ്റോക്സും തന്നെയും നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് അതിലൊരു 10% വെയിറ്റേജ് കൊടുത്തിട്ട് എത്ര എമൗണ്ട് ആണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ എമൗണ്ടിൻ്റെ 10% ഈ 10 സ്റ്റോക്സുകളിലും നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇടാവുന്നതാണ്. ഡിജിറ്റൽ തീം പോർട്ട്ഫോളിയോയിൽ നമ്മൾ ആദ്യം സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഏതൊരു പോർട്ട്ഫോളിയോയിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. ബിക്കോസ് അതൊരു ഡൈവേഴ്സിഫൈഡ് കോൺഗ്ലോമറേറ്റ് കമ്പനിയാണ്. സോ ഇപ്പോൾ അവർക്ക് കുറേ ഏരിയാസിൽ പ്രസൻസ് ഉണ്ട്. ഡിജിറ്റൽ തീമിൽ അവരുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡിജിറ്റൽ സർവീസസ് ആൻഡ് ഓർഗനൈസ്ഡ് റീറ്റെയിലിങ്ങിൽ അവരൊരു മേജർ അല്ലെങ്കിൽ ഡോമിനൻറ്റ് പ്ലെയർ ആണ് ആ ഫീൽഡിൽ. അതുപോലെ തന്നെ അവരുടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിൻസ് ആയ, അതായത് നമ്മളുടെ ഗ്ലോബൽ ജെയിൻ കമ്പനീസ് ആയ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അതുപോലുള്ള കമ്പനീസ് ആയിട്ടാണ് അവരുടെ ഡിജിറ്റൽ പാർട്ട്ണർഷിപ്സ് എല്ലാം. സോ അപ്പം ഏറ്റവും നല്ല ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലോട്ട് നമ്മൾ പോകുമ്പം കൂടുതലും ഇപ്പം ഓൺലൈൻ ആണ് എല്ലാ കാര്യങ്ങളും. അതായത് ഓൺലൈൻ ഷോപ്പിംഗ് അല്ലെ എല്ലാം നമ്മൾ ഡിജിറ്റൽ അല്ലെങ്കിൽ ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ് ക്യാപ്ചർ ചെയ്യാൻ പോകുന്ന തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പങ്ക് വഹിക്കുന്ന എക്കോണമിയുടെ പെർഫോമൻസിൽ ഇന്ത്യയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു പങ്ക് വഹിക്കുന്ന ഒരു കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. സോ അതുകൊണ്ട് തന്നെ ഏതൊരു ട്രാൻസ്ഫോർമേഷനും തുടങ്ങുന്നത് അവരിലൂടെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നിങ്ങൾക്ക് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. 10% വെയിറ്റേജ് കൊടുത്ത് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കമ്പനി ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് ആണ്. ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് നെക്സ്റ്റ് ലെവൽ ടെക്നോളജിയിലേക്ക് ആദ്യം പോയ, അതായത് NBFC സെഗ്മെന്റിൽ നെക്സ്റ്റ് ലെവൽ ടെക്നോളജിയിലേക്ക് ആദ്യം പോയ കമ്പനിയാണ് ബജാജ് ഫിനാൻസ്. അപ്പോൾ ഡിമോണിറ്റൈസേഷൻ വന്നപ്പോഴും ഒക്കെ തന്നെയും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് ഇവർക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ആ ഡിജിറ്റലിലേക്ക് മൂവ് ചെയ്തത് കാരണം അവർക്ക് ആ ഡിമോണിറ്റൈസേഷനൊന്നും വലുതായിട്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ NBFC സെഗ്മെന്റിൽ, ഫിനാൻസിങ് സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ നല്ല ഡിജിറ്റൽ സർവീസസ് കൊടുക്കുന്നതും ബജാജ് ഫിനാൻസ് തന്നെയാണ്. സോ അപ്പോൾ എന്തുകൊണ്ടും ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാവുന്ന ഒരു സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ്. സോ അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താം. അടുത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് സീ എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ് ലിമിറ്റഡ് ആണ്. സീ എല്ലാവർക്കും തന്നെ അറിയാം, ഒരു വെൽ നോൺ എസ്റ്റാബ്ലിഷ്ഡ് ഫേമസ് ഗ്രൂപ്പാണ് സീ. അവരുടെ ZEE5 എന്ന് പറയുന്ന OTT എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോം വൺ ഓഫ് ദ ലീഡിങ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ. ടെക്നോളജി വൈസ് നോക്കുകയാണെങ്കിലും, അവരുടെ കണ്ടന്റ് വൈസ് നോക്കുകയാണെങ്കിലും, അവരുടെ പാർട്ട്ണർഷിപ്സ് വൈസ് നോക്കുകയാണെങ്കിലും അവർക്ക് വളരെ നല്ലൊരു കണ്ടന്റ് ആണ് ഉള്ളത്. ഏറ്റവും നല്ല വൺ ഓഫ് ദ ലീഡിങ് OTT പ്ലാറ്റ്ഫോം ആണെന്ന് തന്നെ പറയാം. 190 കൺട്രീസ് അക്രോസ് അവർക്ക് പ്രസൻസ് ഉണ്ട്. അതേപോലെ തന്നെ 90 അക്രോസ് ലൈവ് ചാനൽസും അവർക്കുണ്ട്. അപ്പം എന്തുകൊണ്ടും ഈ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ് സീ. അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് 10% വെയിറ്റേജ് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക്
matrimony.com ലിമിറ്റഡ് ആണ്. എല്ലാവർക്കും തന്നെ അറിയാം ഭാരത് matrimony.com വൺ ഓഫ് ദ ലീഡിങ് മാച്ച് മേക്കിംഗ് കമ്പനിയാണത്. സോ അപ്പം ഈ ഒരു കല്യാണം എന്നുള്ളൊരു കോൺസെപ്റ്റിൻ്റെ തന്നെ വിവിധ തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയ അല്ലെങ്കിൽ മാച്ച് മേക്കിംഗ് വളരെ ഈസി ആക്കിയ ഒരു കമ്പനിയാണ് മാട്രിമോണി. സോ ഇപ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുമ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ അവർക്ക് അനുകൂലമായിട്ടാണ്, ആ കമ്പനിക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ മാട്രിമോണിയിലും നിങ്ങൾക്ക് 10% വെയിറ്റേജ് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് CDSL ലിമിറ്റഡ് ആണ്. CDSL ലിമിറ്റഡ് ഞാൻ നേരത്തെയും പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെപ്പോസിറ്ററി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഒരു ലീഡിങ് പ്ലെയർ ആണ് CDSL. അപ്പം ഇപ്പോൾ ഒരു കോവിഡ് സിറ്റുവേഷനൊക്കെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിമാറ്റ് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇപ്പം ഹയർ സൈഡിലാണ് നിൽക്കുന്നത്. സോ അപ്പോൾ എല്ലാം കൊണ്ടും CDSLന് ആക്ച്വലി കൂടുതൽ ബെനിഫിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിലൂടെ കടന്നുപോയ സമയത്തും CDSLന് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് അതുകൊണ്ട് ഉണ്ടായിരിക്കണം. അപ്പം ഇനി വരും വർഷങ്ങളിലും അവർക്ക് കുറേ കാര്യങ്ങളിൽ മൊണോപ്പൊളി എൻജോയ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി വരും വർഷങ്ങളിലും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. സോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് 10% വെയിറ്റേജ് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് SBI കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ് സർവീസസ് ലിമിറ്റഡ് ആണ്. SBI കാർഡ്സ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് സെഗ്മെൻറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഏക കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് അവർക്കുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് സെഗ്മെൻറ്റിൽ ലീഡിങ് പ്ലെയർ കൂടിയാണ് SBI കാർഡ്സ്. ഇപ്പോൾ എല്ലാവരും ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അവരാണെങ്കിൽ കുറേ ഡിജിറ്റൽ സർവീസസ് കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുമുണ്ട്. ഇപ്പം നോ കോണ്ടാക്ട് സർവീസസ്, സീറോ കോണ്ടാക്ട് സർവീസസ്, അല്ലെങ്കിൽ ഇപ്പം ബോർഡിംഗ് പ്രോസസ്സിലൊക്കെ ഹാസിൽ ഫ്രീ കസ്റ്റമർ സർവീസസ് ഒക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സിറ്റുവേഷൻ, പാൻഡമിക് സിറ്റുവേഷനും ഇനി വരാൻ പോകുന്ന ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എല്ലാം തന്നെ അവർക്ക് ബെനിഫിറ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. സോ അപ്പോൾ അതിലും നിങ്ങൾക്ക് 10% വെയിറ്റേജ് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഇന്ത്യാമാർട്ട് ഇന്ത്യ മെഷ് ആണ്. അതൊരു B2B കസ്റ്റമർ സെഗ്മെൻറ്റിൽ ഒരു ലീഡിങ് പ്ലെയർ ആണ്. അവരുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു ഇന്ത്യൻ കമ്പനി അവരുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഇന്ത്യാമാർട്ടാണ്. സോ അപ്പം ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ കൂടുതൽ ആൾക്കാർ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയ ഒരു കമ്പനിയാണ് ഇന്ത്യാമാർട്ട്. സോ അപ്പോൾ വരും വർഷങ്ങളിലും അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. സോ അപ്പോൾ അതിലും നിങ്ങൾക്ക് 10% വെയിറ്റേജ് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഇൻഫോ എഡ്ജ് ലിമിറ്റഡ് ആണ്. ഇൻഫോ എഡ്ജ് പലർക്കും അറിയുന്നുണ്ടാവില്ല. Naukri.com, അതുപോലെ 99 acres, jeevansathi.com, മാട്രിമോണി വെബ്സൈറ്റ് ആയ jeevansathi.com, അതുപോലുള്ള സൈറ്റ്സ് ഒക്കെ ഇവരുടെയാണ്. ആ പ്ലാറ്റ്ഫോംസ് എല്ലാം ഇവരുടെയാണ്. സോ അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സൊമാറ്റോ, പോളിസി ബസാർ അതുപോലുള്ള കമ്പനീസിലും അവർക്ക് സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കമ്പനിയാണ് ഇൻഫോ എഡ്ജ്. അപ്പോൾ എല്ലാവർക്കും അതിൽ 10% വെയിറ്റേജ് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ഡിക്സോൺ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്.
ഡിക്സോൺ ടെക്നോളജീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചർ കമ്പനിയായി മാറാൻ പോവാണ്. കാരണം നമുക്കറിയാം ഇന്ത്യയിലുള്ള മിക്ക പ്രോഡക്ട്സും ചൈനയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഇതെല്ലാം തന്നെ നമ്മൾ ഏത് മോഡൽ കൊടുക്കുന്നോ ആ മോഡലിൽ ചൈനയിൽ നിന്ന് ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് ഏത് മോഡലും ഡിസൈനും നമ്മൾ കൊടുക്കുന്നോ അതേ മോഡലിൽ ഡിസൈൻ ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരും ചൈനയിലത്തെ കമ്പനീസ്. അപ്പം അതുപോലൊരു പ്രൊഡക്ഷൻ ഹബ്ബ് ആക്ച്വലി നമ്മളുടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കമ്പനിയാണ് ഡിക്സോൺ ടെക്നോളജീസ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം മൊബൈൽ ഹാൻഡ്സെറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രൊഡക്ഷൻ ഇനി ഇവർക്കായിരിക്കും. അതായത് വേറൊരു കമ്പനിക്ക് വേണ്ടി പ്രോഡക്റ്റും ഡിസൈനും കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഡിക്സോൺ ടെക്നോളജീസ്. അപ്പം അത് ഇന്ത്യയിൽ കുറവാണ് അങ്ങനത്തെ കമ്പനീസ്. അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കമ്പനിയാണ് ഡിക്സോൺ ടെക്നോളജീസ്. സോ അപ്പം അതുകൊണ്ട് തന്നെ ഇനി വരും വർഷങ്ങളിൽ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാൻ പോകുന്ന ഒരു കമ്പനിയാണ്. അപ്പം എന്തുകൊണ്ടും ഒരു ഗെയിം ചേഞ്ചർ കമ്പനിയാണ്. നിങ്ങൾക്ക് 10% വെയിറ്റേജ് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ലാസ്റ്റ് ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് IDFC ഫസ്റ്റ് ബാങ്ക് ലിമിറ്റഡ് ആണ്. IDFC ഫസ്റ്റ് ബാങ്ക് ഒരു ന്യൂ ജെൻ ബാങ്കിങ് കമ്പനിയാണ്. അധിക നാളൊന്നും ആയിട്ടില്ല അവർക്ക് ബാങ്കിങ് ലൈസൻസ് കിട്ടിയിട്ട്. അതേപോലെ തന്നെ IDFC പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഒരു സ്ട്രോങ് ബേസ് ആണ് അവർക്കുള്ളത്. അപ്പം അതേപോലെ തന്നെ ഇവർ ഇപ്പം ഒരു ഡിജിറ്റൽ ടെക്നോളജി അല്ലെങ്കിൽ ഒരു ന്യൂ ടെക്നോളജിയിൽ അവർ ട്രാൻസ്ഫോർമേഷനിൽ അവരൊരു ഫ്രണ്ട് റണ്ണറാണ്. കാരണം പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുന്ന ഡിമോണിറ്റൈസേഷന് മുമ്പ് തന്നെ അവർ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് കമ്പനിയാണ്. ഇപ്പം നോ കോണ്ടാക്റ്റ് ഡെബിറ്റ് കാർഡ് പേയ്മെൻറ്റ് സർവീസസ്, അതുപോലെ സേഫ് പേ, അങ്ങനെയുള്ള കുറേ സർവീസസ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പം വളർന്നു വരുന്ന ഒരു ബാങ്കിങ് കമ്പനിയാണ് IDFC ഫസ്റ്റ് ബാങ്ക്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഡിജിറ്റൽ ഇതിൽ അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. അപ്പോൾ അതിലും നിങ്ങൾക്ക് 10% വെയിറ്റേജ് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ബിഗിനേഴ്സ് ഗൈഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അപ്പം ഡിജിറ്റൽ തീം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡിജിറ്റൽ തീം ശരിക്കും പറഞ്ഞ ഒരു പ്രോമിസിങ് അല്ലെങ്കിൽ ഒരു അപ്കമ്മിങ്, നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ കേട്ടും അടുത്ത സ്റ്റോക്സും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ്. പക്ഷേ എല്ലാ സ്റ്റോക്സും പറയുന്നതെല്ലാം തന്നെയും വളരെ ബ്ലൂ ചിപ്പായിട്ടുള്ള കമ്പനീസൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നതും കേൾക്കുന്നതും. പക്ഷെ ഒരു വ്യത്യസ്തമായിട്ട് നിങ്ങൾക്കൊരു വ്യത്യാസമായിട്ട് ഒരു അതായത് ഇനി വരും കാലങ്ങളിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള വളർന്നു വരുന്ന കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാവുന്ന സ്റ്റോക്സാണ് നമ്മൾ ഡിജിറ്റൽ തീം പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ മെയിൽ ID യിലേക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.